friends, welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വിക്ക് ബുക്സ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് മൾട്ടിപ്പിൾ കറൻസി ആക്ടിവേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ കമ്പനി വേറൊരു രാജ്യവുമായിട്ട് ഒന്നെങ്കിൽ പർച്ചേസോ അല്ലെങ്കിൽ സെയിലോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ കറൻസി കൂടി നമ്മുടെ കമ്പനിയിൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കമ്പനിയിൽ കറൻസി ചെയ്യാന്നുള്ളതാണ് പറയാൻ പോണത്. അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ കമ്പനിയുടെ കറൻസി ഏതാന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ ക്യൂബി എന്ന് പറയുന്നത് ഒരു ഫോറിൻ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ അതിൽ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന കറൻസി എന്ന് പറയുന്നത് USD ഡോളർ ആണ് വരിക. അപ്പൊ നമുക്കൊന്നെങ്കിൽ നമ്മുടെ കമ്പനി ഇപ്പൊ UAE ആണെങ്കിൽ അത് ദിർഹം ആക്കി കൊടുക്കണം, ഇന്ത്യയിലുള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ INR ആക്കി കൊടുക്കണം. അപ്പൊ അതാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എഡിറ്റ് എന്നുള്ള ടാബ് ഓപ്പൺ ചെയ്യുക, അതിൽ പ്രിഫറൻസസ് സെലക്ട് ചെയ്യുക. അപ്പൊ അതിലുണ്ടായിരിക്കും മൾട്ടിപ്പിൾ കറൻസീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം കമ്പനി പ്രിഫറൻസസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതിൽ ട്രാക്ക് മൾട്ടിപ്പിൾ കറൻസീസ് ഇൻ ദിസ് കമ്പനി ഫയലിൽ രണ്ട് ഓപ്ഷൻ ആണ് ഉണ്ടായിരിക്കുക. നോ ഐ യൂസ് ഓൺലി വൺ കറൻസിയിലാണ് ഇപ്പൊ ഡീഫോൾട്ട് ആയിട്ട് ടിക്ക് എടുക്കുന്നത്. നമുക്ക് ഒറ്റ കറൻസി യൂസ് ചെയ്യാനുള്ളൂ എങ്കിൽ ഇതിൽ തന്നെയാണ് ടിക്ക് കൊടുക്കേണ്ടത്. താഴെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം US ഡോളർ നടക്ക് എടുക്കുന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് വേറെ കറൻസിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ യെസ് ഐ യൂസ് മോർ ദാൻ വൺ കറൻസിയിൽ ടിക്ക് മാറ്റി കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, ഇതിൽ നമ്മൾ യെസ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കറൻസി മാറ്റി കൊടുക്കാം. ഞാനിപ്പോ ഇത് കറൻസി മാറ്റാൻ പോകുന്നത് UAE ദിർഹം ആണ്. നമ്മുടെ കമ്പനി കറൻസി UAE ദിർഹം ആക്കാൻ പോവാണ്. അപ്പൊ ഇതിൽ കാണുന്നില്ല. അപ്പൊ ഇവിടെ തന്നെ വ്യൂ മോർ കറൻസീസ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് UAE ദിർഹം ഇത് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. UAE ദിർഹം AED. ഇനി INR ഇതിലുണ്ടായിരിക്കും. നമ്മളത് സെർച്ച് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിപ്പോ ഇത് UAE ദിർഹം ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, UAE ദിർഹം ഈസ് ആൻ ഇനാക്റ്റീവ് എലമെന്റ്, വുഡ് യു ലൈക്ക് ടു എന്നുള്ളതിൽ മേക്ക് ഇറ്റ് ആക്റ്റീവ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് വീണ്ടും വരും, അതിൽ നമ്മൾ യെസ് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ കറൻസി UAE ദിർഹമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്തോട് കൂടിയിട്ട് ഇവിടുന്ന് ഒരു മെനു ബാർ പോയിട്ടുണ്ട്. മെനു ബാർ തിരിച്ചു കൊണ്ടുവരാൻ കമ്പനി എന്നുള്ള ടാബ് ഓപ്പൺ ചെയ്യുക. അതിൽ ഹോം പേജ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെനു ബാർ തിരിച്ചു വരും. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കമ്പനിയുടെ കറൻസി ചേഞ്ച് ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഓരോ അക്കൗണ്ടുകളുടെയും കറൻസി ഇവിടെ മാറിയതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ജനറൽ പോസ്റ്റിംഗ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കമ്പനിയിൽ മേക്ക് ജനറൽ ജേണൽ എൻട്രീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ എല്ലാം കറൻസി UAE ദിർഹം AED എന്നുള്ള കറൻസിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കറൻസി ഇപ്പോൾ AED-യിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി എന്ത് ചെയ്യാണ്, US-ലേക്ക് ഒരു സെയിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ US-ൽ വരുന്ന കറൻസി എന്ന് പറയുന്നത് ഏതാണ്, ഡോളർ ആണ്. അപ്പൊ ഡോളറിന് നമ്മൾ ഇനി അവിടെ പോയിട്ട് ഫീച്ചേഴ്സിൽ പോയിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കസ്റ്റമർ ഉണ്ടാക്കുന്ന സമയത്ത് അയാളുടെ കറൻസി നമ്മൾ മാറ്റി കൊടുത്താൽ മതി. അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കിക്കോളൂ. ഞാനിവിടെ ക്രെഡിറ്റ് സെയിൽ ആണ് ചെയ്യാൻ പോണത്. ക്രിയേറ്റ് ഇൻവോയ്സസ് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ ഫസ്റ്റ് കൊടുക്കാനുള്ളത് കസ്റ്റമർ ആണ്. അതായത് കസ്റ്റമറെ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതിൽ ഞാൻ ആഡ് ന്യൂ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. കസ്റ്റമറുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇവിടെ ഡേറ്റ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ ഇവിടെയാണ് കറൻസി എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് വന്നിട്ടുള്ള കറൻസി UAE ദിർഹം ആണ്. അപ്പൊ ഞാനിവിടെ അത് ഡോളർ ആക്കാൻ പോവുകയാണ്. അതിൽ തന്നെ തൊട്ട് താഴെ ഉണ്ടായിരിക്കും US ഡോളർ. ആ ഒരു കറൻസി മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി ബാക്കി ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാം. ഞാനിപ്പോ അതൊന്നും കൊടുത്തിട്ടില്ല, ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഐഫൈ സിസ്റ്റം എന്ന് പാർട്ടിയുടെ പേര് കൊടുത്തപ്പോ തന്നെ അതിന്റെ കൂടെ തന്നെ ആ ആളുടെ കറൻസി കൂടി വന്നിട്ടുണ്ട് USD എന്നുള്ളത്. ഇനി ഡേറ്റ് എന്നാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത്, ആ ഡേറ്റ്, അതുപോലെ തന്നെ ഇൻവോയ്സ് നമ്പർ കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു ബിൽ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഐറ്റം ഞാൻ ഓൾറെഡി ഇതിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഐറ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഐറ്റം സെലക്ട് ചെയ്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഞാനിവിടെ ഒരു 10 ക്വാണ്ടിറ്റി ആണ് കൊടുത്തിട്ടുള്ളത്.
അപ്പൊ ഇവിടെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് 2000 എന്നുള്ളത് നമ്മുടെ UAE റേറ്റ് ആണ്, അതായത് ദിർഹത്തിന്റെ റേറ്റ് ആണ് ഈ വന്നിട്ടുള്ളത്. 2000 ദിർഹം എന്നാണ് ഈ വന്നിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്ക് എമൗണ്ട് കാണാം, 20,000 എന്നുള്ള എമൗണ്ടും ഇവിടെ കാണാം. തൊട്ട് താഴെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് കാണാം. എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെ, 1 USD എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അതായത് $1 എന്ന് പറഞ്ഞാൽ എത്ര ദിർഹമാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. അപ്പൊ ഇവിടെ 1 എന്നാണ് കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 20,000 ദിർഹം എന്ന് പറഞ്ഞാൽ 20,000 എന്തെന്നെ ഡോളർ, രണ്ടും സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ 1 കെടുക്കുന്നത് കൊണ്ടാണ്. അപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് ആ ഒരു സമയത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്താണോ അത് നമ്മൾ കറക്റ്റ് ഇവിടെ വേണം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് $1 എന്ന് പറഞ്ഞാൽ ഏകദേശം 3 ദിർഹമാണ് വരുന്നത്. അപ്പൊ ഞാനിവിടെ 1 മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 3 മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഇവിടെ മാറി കണ്ടോ, 20,000 എന്ന് പറഞ്ഞാൽ ഏകദേശം 60,000 ദിർഹാണ് വരിക. അതാണ് USD 20,000 എന്ന് വന്നിട്ടുണ്ട്. AED എന്ന് പറയുന്നത് അപ്പൊ എത്ര വരും, 60,000 ദിർഹം എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ഇവിടെ ഞാൻ റേറ്റ് ദിർഹത്തിൻ്റെതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇവിടെ ഡോളറിക്ക് വരുമ്പോ ഈ 2000 ആവില്ല വരുന്നുണ്ടായിരിക്കാം. ഇപ്പൊ ഏകദേശം കമ്പ്യൂട്ടർ ഞാനൊരു $500 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 500 എന്നുള്ളത് ഞാൻ ഇവിടെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 3, ഇത് 3 തന്നെയാണ് മാറ്റണ്ട. അപ്പൊ എത്ര വരും, USD എന്ന് പറയുമ്പോൾ $5000 എന്ന് പറഞ്ഞാല് ഏകദേശം AED എന്ന് പറഞ്ഞാൽ 15,000 ദിർഹം. $5000 എന്ന് പറഞ്ഞാൽ 15,000 ദിർഹം എന്നുള്ളതും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു പാർട്ടിക്ക് കറൻസി മാറുമ്പോൾ ആ ഒരു കറൻസി വെച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യുക. അപ്പൊ ഇവിടെ പാർട്ടിനെ ഉണ്ടാക്കുമ്പോൾ ഡോളർ എന്നുള്ള ഏതാണോ കറൻസി ആ കറൻസി നമ്മൾ കൊടുക്കുക. എന്നിട്ട് റേറ്റ് എത്രയാണോ റേറ്റ് കൊടുക്കുക, എക്സ്ചേഞ്ച് റേറ്റ് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. അപ്പൊ ഇവിടെ തന്നെ 2 കറൻസിയിലുള്ള എമൗണ്ടും ഇവിടെ തന്നെ കാണിക്കും. എന്നിട്ട് സേവ് ചെയ്യാം. ഇപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് അടുത്തത് ഈ കസ്റ്റമർ അടുത്തുനിന്ന് എന്ത് ചെയ്യാണ്, എമൗണ്ട് റിസീവ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇനി എക്സ്ചേഞ്ച് റേറ്റിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യണം, മാറ്റി കൊടുക്കണം. അപ്പൊ ഞാൻ റിസീവ് പേയ്മെന്റ്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതില് റിസീവ്ഡ് ഫ്രം കസ്റ്റമറുടെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ കസ്റ്റമറുടെ പേര് കൊടുക്കുന്നതിന് മുന്നേ ഇവിടെ AED എന്നുള്ള കറൻസിയാണ് വന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത് ഇവിടെ USD ആണ് വന്നിട്ടുള്ളത്. IFI സിസ്റ്റം കൊടുക്കുമ്പോ തന്നെ ഇവിടെ കണ്ടോ ആ ഒരു കറൻസി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാഷ് ആണോ ചെക്ക് ആണോ അതിനനുസരിച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചെക്ക് നമ്പർ കൊടുക്കാനുണ്ടെങ്കിൽ ചെക്ക് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ വരുന്നത് ഡെപ്പോസിറ്റ് ടു, എന്ത് ബാങ്കിലേക്കാണ് എമൗണ്ട് വരുന്നതെങ്കിൽ ബാങ്ക്, ചെക്ക് ആയതുകൊണ്ട് തന്നെ ബാങ്കിലേക്കാണ് എമൗണ്ട് വരുന്നത്. അപ്പൊ $5000 ആണ് ആ ഒരു പാർട്ടി നമുക്ക് തരാനുള്ളത്. അവിടെ ഡീഫോൾട്ട് ആയിട്ട് എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഫുൾ എമൗണ്ട് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഫുൾ എമൗണ്ട് കണ്ടു വരും. പിന്നെ ഇവിടെ നമുക്ക് കണ്ടോ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ അവിടെ സെയിൽ ചെയ്യുന്ന സമയത്ത് 3 എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇൻ കേസ് ഇനി 3 അല്ല 4 ആയിട്ട് കൂടെ അല്ലെങ്കിൽ 2 ആയിട്ട് കുറേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ മാറ്റി കൊടുക്കുക. അപ്പൊ ഇവിടെ എമൗണ്ടിൽ മാറ്റം വരും. 5000 എന്ന് പറയുമ്പോൾ അത് ദിർഹത്തിലേക്ക് വരുമ്പോ എത്ര വരും, 20,000 ദിർഹം വരും 5000 എന്ന് പറയുമ്പോൾ. അല്ല നമ്മളിവിടെ 3 ആണ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ 15,000 ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാ, സേവ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്യൂബിയില് മൾട്ടിപ്പിൾ കറൻസി ആക്ടിവേറ്റ് ചെയ്യുന്നതും ആ കറൻസി വെച്ചിട്ട് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്നതും. ഏത് കറൻസി വേണമെങ്കിലും നമുക്ക് ഇതിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ക്യൂബിലെ വേറൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.